മൈസൂർക്ക് പോകുമ്പോൾ ഇവിടെ കാരണം അത് കാണാതെ പോകരുതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി. ഈ കാണുന്ന ടയർ കൗത്തിട്ട മാതിരത്തെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ പോയ കുറച്ച് ഭാഗങ്ങളോട് ഉണ്ട് കാണിച്ചാൻ. ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി, ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്തോളി. മൊത്തം അങ്ങോട്ട് കാണിച്ചു തരാം. പയണ കാർ മ്യൂസിയത്തിൽ കയറിയാൽ താഴത്തെ നിലയിൽ ഇറങ്ങുന്നതിന് മുന്നായിട്ടുള്ള ഈ മഞ്ജുഷ മ്യൂസിയത്തിന്റെ ഉള്ളത്തെ വീഡിയോ ആണിത്. ഒന്ന് കണ്ടുനോക്കി. മെഷീനുകളൊക്കെ വരുന്നതിന്റെ മുന്നേ പെരുന്തച്ചന്മാരും ആശാരിമാരൊക്കെ വെള്ളാരങ്കല്ല് പൊടിച്ചിട്ട് ഉളി മൂർച്ചം കൂട്ടി കൊത്തിയെടുത്ത പടിപ്പുരവാതിലുകളെയും പണ്ടത്തെ ഇല്ലങ്ങളെയും കൊത്തുപണികളെ ഒരു രൂപം ഇവിടെ കാണാം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ഷമമാണ് ഈ പണിക്ക്. മുതലന്റെ തലന്റെ രൂപമുള്ള ഇരിക്കാനുള്ള ബെഞ്ച്, എസ് ഐ ടെസ്റ്റ് പാസ്സാകാൻ മാത്രം ഉയരത്തിലുള്ള ക്ലോക്ക്, കഞ്ഞി കുടിച്ചിന്റെ കയ്യിൽ കണ തവി, പണ്ടത്തെ കാലത്തെ മരത്തിന്റെ പിച്ചാളിന്റെ ഒക്കെ പാത്രങ്ങൾ. അതിന്റെ ഇടയിൽ നമ്മളമ്മൊക്കെ പെരയിൽ പണ്ട് റമദാനിന് പത്തിരി പരത്തിനെ ആ പത്തിരി പരത്തിയാണ് കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നിട്ടോ. ചുമരുമലൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് ഈ നിരന്ന് നിൽക്കുന്നത്. തൈര് കറിഞ്ഞ് വെണ്ണെടുത്ത് ബാക്കി വരുന്നതിനെ മോരാക്കാൻ മരം കൊണ്ടുണ്ടാക്കിയ വെണ്ണ അഥവാ കടക്കോലി. അതിന്റെ പല വലുപ്പത്തിലുള്ളത് പല കോലത്തിലുള്ളത്. നമ്മൾ ഈർച്ചമില്ലിൽ മരം മുറിച്ചിനെ വാള്, വെള്ളം മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടിയും കയറും കിണറ്റിക്ക് വീണാല്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിണറ്റിക്ക് വീണാല് എടുക്കാൻ ഉപയോഗിച്ചിനെ ആ മുതല്, വെള്ളം മുക്കാൻ ഉപയോഗിച്ചതും വെള്ളം ഒഴിച്ചു വെക്കാൻ ഉപയോഗിച്ചതൊക്കെ ഇവിടെ നേരെയായി നിരത്തി വെച്ചിരുന്നു. ഇതിലൊക്കെ നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണ് പറയാന്ന് വെച്ചാൽ കമന്റിൽ എഴുതിക്കോളിട്ടോ. പോത്തിനും കാളകൾക്കൊക്കെ ലാടമടിച്ചാൽ ഉപയോഗിച്ചിരുന്നതോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോന്നാണിത്. ഏതായാലും നാക്കാലികളെ രണ്ടെണ്ണത്തിന് ഒരുമിപ്പിച്ച് പിടിച്ച് കെട്ടാനുള്ളതാണെന്ന് ഇതിമൊന്ന് മനസ്സിലാകുന്നുണ്ട്. പണ്ടത്തെ മുറം, കൊട്ട, സ്വർണം തൂക്കിന് തുലാസ്, ഇതാണ് റെയിൽവേ ടോക്കൺ പൗച്ച്. അതായത് പരപ്പനങ്ങാടി സ്റ്റേഷൻ ഫറോക്ക് സ്റ്റേഷനിക്ക് തീവണ്ടി എത്തുമ്പോൾ ലോക്കോ പൈലറ്റ് പച്ചക്കൊടി വീശിന ഗാർഡിന് ഈ ബാറ്റ് പോലത്തെ സാധനം അങ്ങോട്ട് കൊടുക്കും. ഇത് കൊടുത്താലേ തീവണ്ടി അവിടെ കടന്നു പോയി എന്നുള്ള രേഖാമൂലമുള്ള രേഖാവുള്ളൂ. ഇത് അന്നത്തെ റെയിൽവേന്റെ ലൈറ്റ് ആണ് കേട്ടോ. ഇന്നതൊക്കെ LED ആയി മാറി. നല്ലോണം മുറുക്കണോല് നല്ലോണം നീട്ടി തുപ്പീനെ കൊളാമ്പി. അതിന്റെ വലിപ്പൊക്കെ നോക്കി. അന്നത്തെ കാലത്തെ സ്റ്റീം കുക്കർ, കുയ്യപ്പച്ചട്ടി, ചക്കര അഥവാ വെല്ലം വറ്റാനുള്ള പാത്രം. ഒച്ചതി കേക്കുല മിസ്റ്റർ എന്ന് പറഞ്ഞതിന്റെ മുന്നുള്ള ക്യാമറ, എഴുത്താണിക്കൊണ്ട് ഇത് എഴുത്തോല കെട്ടുമെന്ന് തുടങ്ങി. ഈ കാണുന്ന കോലത്തിലുള്ള എഴുത്തുന്നും എഴുതാനുള്ള ഉപകരണങ്ങളിലും വന്ന മാറ്റം അത് ഇവിടെ അങ്ങനെ നോക്കി നമുക്ക് കാണാം. ഒരു കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം. അതിന്റെ മെഷീനുണ്ട് ഇവിടെ. അളവെടുക്കാൻ ഉപയോഗിച്ചിരുന്ന തിയോഡലൈറ്റ്. ഈ ക്യാമറന്റെ വലിപ്പം നോക്കി. ഇതൊക്കെ താങ്ങി പിടിച്ച് കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വന്നതിന് അന്നത്തെ കാലത്തെ ഫോട്ടോഗ്രാഫറെ സമ്മതിച്ചണം. ഔ നേവിക്കാർ ഉപയോഗിച്ചിരുന്ന ഫോണ്, ടെലിസ്കോപ്പ്, തേപ്പിന്റെയും തേപ്പുകാരികളെയും കോലം മാറിയാലും കാലത്തിനനുസരിച്ച് വലിയ രൂപമാറ്റം വരാത്ത ഇസ്തിരിപ്പെട്ടികൾ പലതരത്തിൽ. ഈ പയണ മ്യൂസിയത്തിന്റെ ഓണർ വീരേന്ദ്ര ഹെഗ്ഗഡന്റെ സ്വന്തം ക്യാമറകൾ, അന്നത്തെ കാലത്തെ ക്ലോക്കുകൾ, പൊട്ടിച്ചുമ്പോ ഒച്ച വരുന്ന സോഡ ഉണ്ടാക്കിയത് ഇതിലാണ്. സമാവർ ചായ ഇഷ്ടമില്ലാത്ത ആരാളുള്ളത്? അന്നത്തെ ഒരു VIP സമാവറാണിത്. ഗ്രാമഫോണ്, കോയിനുകളും നോട്ടുകളും പഴയകാല ടാക്കീസുകളിൽ സിനിമകൾ ഇതിലേന് ഓടിയത്. എത്ര കിന്നാരത്തുമ്പികളൊക്കെ ഇതിൽ ഓടിയുണ്ടാവും. അതായത് അന്നത്തെ കാലത്തെ പ്രൊജക്ടറുകളാണ് ഇതൊക്കെയെന്ന്. പേപ്പർ മുറിച്ചാൻ ഇന്നത്തെ പോലെ ലേസറുകളൊന്നും അന്നത്തെ കാലത്തില്ല. അതൊക്കെ വരുന്നതിന്റെ മുന്നേ 4-5 ആൾക്കാർ ഒപ്പം കൂടി മെനക്കെട്ടുണ്ടാക്കിയ പ്രസ്സുകളിലെ കട്ടിംഗ് മെഷീനുകളാണിത്. പട്ടാളക്കാർ ജീപ്പിന്റെ മുകളിൽ തുരുതുര വെടിയുതിനെ റൈഫിൾ M40 ഏതെല്ലാം താരായി വാളുകൾ. ഈ കത്തിന്റെ അറ്റം നോക്കി അത് കുത്തി കയറിയ ആലോചിച്ചാൻ തന്നെ വെച്ച. പണ്ടത്തെ സ്വാതന്ത്ര്യ സമര സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള യമണ്ടൻ തോക്കുകൾ കാണാൻ തന്നെ എന്താ ചൊർക്ക്. തലന്റെ മുകളിൽ നിറച്ചു റാന്തലുകളാ, അതും പല ഡിസൈനിൽ. തിരിഞ്ഞു മറിഞ്ഞും വരുമ്പോ പിന്നെയും കാണുന്നുണ്ട്. ഇതിലൊക്കെ എത്ര നല്ല സിനിമകൾ ഓടിയുണ്ടാവൂലേ. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ടുപിടുന്നിടെ ഇറങ്ങാൻ നേരത്ത് നമ്മൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചാൽ ഒരു ബുക്ക് ഉണ്ട്. അതിലാണ്ട് എഴുതാ. അവിടെ മൂസവക്കീലല്ല കാനത്തിലാണ്ട് എഴുതിന്, അതും ഇംഗ്ലീഷ് തെറ്റുണ്ടോ CP